നിലവിൽ സംസ്ഥാന ഗവൺമെൻറ് കായിക വകുപ്പാണ് അർജൻറ്റീനയുമായി ചർച്ച നടത്തിയത്. അതിൻ്റെ ഭാഗമായി ഇത്രയും വലിയൊരു പണം മുടക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ നിലവിലുള്ള അവസ്ഥ അനുവദിക്കുന്നു. ഈ ടീമിനെ കൊണ്ടുവരാനുള്ള സ്പോൺസറെ കണ്ടെത്തുകയാണ് ആദ്യം ഗവൺമെൻറ് ചെയ്തത്. 2 കമ്പനികളെയാണ് നമ്മൾ ആദ്യം ഇതിനു വേണ്ടി തയ്യാറാക്കിയത്. അതിൽ ആദ്യത്തെ ടീം അവർ റിസർവ് ബാങ്കിൻ്റെ എലിജിബിലിറ്റി അവർക്കുണ്ടായിട്ടില്ല. രണ്ടാമതായി വന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവർ ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്നുള്ള രീതിയിൽ കത്ത് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും അനുമതി അവർക്ക് ലഭ്യമായി കൊടുത്തു. അതാണ് ഇതിൽ സർക്കാർ ചെയ്യേണ്ട കാര്യം. അവരുടെ അപേക്ഷ മാനിച്ച് കേരള സർക്കാർ തന്നെ ഇതിനാവശ്യമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ചാനലാണ് അവർ പണമടക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാർത്തകൾ അത് മെസ്സി വരില്ല എന്നുള്ള അർത്ഥം അതിൽ പറയാൻ കഴിയും. നമുക്കറിയാം ഭാരിച്ച ചിലവുള്ളത്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ പണം കായിക വകുപ്പിൻ്റെ ബഡ്ജറ്റിലും അപ്പുറത്താണ്. അപ്പോൾ അതിന് സ്പോൺസർമാർ നിർബന്ധമാണ്. അപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം മാനിച്ച് സ്പോൺസർമാർ അത് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് ചെയ്യണമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റു സംശയങ്ങളിലൊന്നും ഇടവരുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ സ്പോൺസർ അവർ റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അത് എലിജിബിളല്ല. അവർക്ക് വിദേശ കറൻസി അയക്കാൻ കഴിയുന്ന വിഭാഗമല്ല. അത് ഗോൾഡൻ മർച്ചൻസ് അസോസിയേഷൻ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അതിനുശേഷമാണ് ഞങ്ങൾ ഇത്തരത്തിൽ രണ്ടാമത്തെ സ്പോൺസറെ നോക്കി. ഇതിൽ മറ്റൊരു കാര്യം, ഗോൾഡൻ മർച്ചൻസ് അസോസിയേഷൻ വലിയ ആഗ്രഹത്തിൽ വരികയും അതിൻ്റെ ഭാഗമായി പത്രസമ്മേളനമൊക്കെ നടത്തിയതാണ്. പക്ഷേ ഇതിന് റിസർവ് ബാങ്കിന് അനുമതി ആവശ്യമുണ്ട്. അപ്പോൾ ആ പണം നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ അതെല്ലാ ഫോർമാലിറ്റീസും റിപ്പോർട്ടർ ചാനൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ പണം അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ച് അതിൻ്റെ പേപ്പറൊക്കെ അവർ നൽകിയിട്ടുണ്ട്. എന്ത് ചെറിയ താമസങ്ങളുണ്ടായിരിക്കാം, വലിയ തുകയിൽ. അപ്പോൾ ഏകദേശം 175 കോടി രൂപയോളം എതിർ ടീം അടക്കം 2 ദിവസം അവർ താമസമടക്കം ഇവിടെ വരും. ലോകത്തെല്ലായിടത്തും ഒരേ റേറ്റാണ്. കേരളത്തിന് പ്രത്യേക റേറ്റല്ല. ഡോളറിൻ്റെ ഒരു വിനിമയം അനുസരിച്ചുള്ള തുകയാകുമ്പോൾ നമ്മൾ കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നു, ഇന്ത്യയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ മറ്റൊരു ആശങ്കയും ഇതേവരെ എന്നെ അവരെ അറിയിച്ചിട്ടില്ല സ്പോൺസർമാർ. അർജൻറ്റീനയുടെ ഭാഗത്തും ഇത്തരത്തിൽ വരില്ല എന്നുള്ളൊരു അറിയിപ്പും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു, എല്ലാവരെയും പോലെ കേരളത്തിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ മെസ്സി അടക്കമെന്നുള്ള ലോക ചാമ്പ്യന്മാർ കേരളത്തിൽ എത്തിക്കാനും ഫുട്ബോളിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനുമാണ് കായിക വകുപ്പ് ആഗ്രഹിക്കുന്നത്. അത് നടക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അത് എന്താ പറഞ്ഞു? നോക്കൂ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് ഫോറിൻ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരെ വിസ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്ര കായിക വകുപ്പിൻ്റെ അനുമതി അത് ലഭ്യമായിട്ടുണ്ട്. റിസർവ് ബാങ്ക് അനുമതി ലഭ്യം. അതെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്, സർക്കാർ ചെയ്യേണ്ടതാണ്. അതൊരു സ്വകാര്യ വ്യക്തികൾക്ക് കിട്ടുന്നതല്ല. അപ്പോൾ സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ സ്പോൺസർക്കുണ്ട്. നമ്മൾ ഇതിൽ ആഗ്രഹിക്കുന്നത് ഇവിടെ നടക്കണമെന്നാണല്ലോ. അപ്പോൾ അതൊരു നെഗറ്റീവായി നമ്മൾ കാണണ്ട. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അടക്കാൻ വൈകി. തീർച്ചയായും സ്പോൺസർ അത് ചെയ്യും. റിപ്പോർട്ടർ ചാനൽ അത് നല്ല രീതിയിൽ തന്നെ നടത്തുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. നിലവിൽ ഒരാശയക്കുഴപ്പം എന്നുള്ളത്
പണം അയക്കുന്ന കാര്യത്തിൽ അനുമതി ലഭ്യമാകുന്ന കാര്യം ചെറിയ താമസം. അത് നിങ്ങൾക്കറിയാലോ, ഇത് പ്രധാനപ്പെട്ട 4 വകുപ്പുകൾ കാണും. ഫോറിൻ അഫയേഴ്സ് കാണണം, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാണണം, കായിക വകുപ്പും ധനമന്ത്രാലയവും കാണും. അപ്പോൾ അതെല്ലാം വന്ന് നമുക്ക് കഴിഞ്ഞ മാസമാണ് ഈ അനുമതി എല്ലാം ലഭ്യമായത്. അതുകൊണ്ടുള്ള താമസം സ്വാഭാവികമാണ്. ഞാനിപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാവും. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നോക്കൂ. നമ്മളെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് ചെയ്ത് ഇപ്പോൾ സ്പോൺസർ തന്നെ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ തന്നെ അർജൻറ്റീനയുമായി കരാറൊപ്പിട്ടിട്ടുണ്ട്. അത് സർക്കാരല്ല, സർക്കാർ അതിന് ഗ്യാരണ്ടി മാത്രം. അപ്പോൾ സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ അർജൻറ്റീന ഗവൺമെൻറ് അല്ലെങ്കിൽ ഫുട്ബോൾ അസോസിയേഷൻ ഈ റിപ്പോർട്ടറുമായി കരാറൊപ്പിട്ടിട്ടുണ്ട്. ആ കരാർ നിലനിൽക്കുകയാണ്. അപ്പോൾ ഈ കരാർ നിലനിൽക്കുന്നിടത്തോളം അത്തരത്തിലൊരു ആശങ്കയും വകയില്ല. നമ്മൾ ആഗ്രഹിക്കേണ്ടത് നല്ലതാലോചിച്ച് നല്ലത് ചിന്തിക്കുക. വിമർശനങ്ങൾ ഉണ്ടായിരിക്കാം. സർക്കാരിൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നമ്മൾ ഈ വിമർശനത്തിനൊന്നും കാത്തു നിൽക്കില്ല. നമ്മളത് ഉപയോഗിച്ച് കൊണ്ടുവരും. അപ്പോൾ അത് അത്ര കണ്ടാൽ മതി. ആ കാര്യത്തിൽ മറ്റൊന്നും നമ്മളതിൽ കാണേണ്ട ആവശ്യം. സ്വാഭാവികമായും കുട്ടികൾ നടത്താറുണ്ട്. അത് സർക്കാരാണല്ലോ കാര്യം. അവരുടെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് സർക്കാരാണ്. മെസ്സിയെപ്പോലെ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ലെജൻഡ് അവർ വരുമ്പോൾ അവർക്കുള്ള സുരക്ഷ ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ജോലിയാണ്. അപ്പോൾ അതെല്ലാം ചെയ്യേണ്ടത് സർക്കാരാണ്. അതെല്ലാം സർക്കാർ ചെയ്യും. അവർക്ക് ആവശ്യമായുള്ള സെക്യൂരിറ്റി, കളിക്കാനുള്ള സൗകര്യങ്ങൾ, അതുകൊണ്ടെല്ലാം നമുക്ക് അർജൻറ്റീനൻ ഫുട്ബോൾ ടീമുമായി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അതിനനുസൃതമായി കാര്യങ്ങൾ നടക്കും. നമ്മൾ മറ്റൊരു ഈ കമ്പനി അത് അടക്കും എന്ന് തന്നെ അടക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നോക്കാം. അപ്പോഴേക്കും അതിൽ വ്യത്യാസമൊന്നുമില്ല. വാർത്തകൾ ധാരാളം വരും. നമ്മൾ വാർത്തകളിലേക്ക് പോകണം. അല്ലാതെ നോക്കൂ, വാർത്തകളിലേക്ക് പോകണ്ട. നമ്മൾ ആത്മാർത്ഥമായി ശ്രമം നടത്തുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ആത്മാർത്ഥമായി ശ്രമിക്കുമ്പോൾ അത് നടന്നിരിക്കും എന്നാണ്. അല്ല, നിലവിൽ സ്പോൺസറെ മാറ്റേണ്ട ഒരു സാഹചര്യമില്ല. അവർ പണം അടക്കാൻ കുറച്ച് താമസിച്ചു എന്നുള്ള വസ്തുതയാണ്. അതിനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്തായാലും വരട്ടെ, നമുക്ക് അടുത്ത ആഴ്ച വരെ കാത്തു. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് മെസ്സി എത്തേണ്ട ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ അർജൻറ്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി സംയുക്ത പത്രപ്രസ്താവന നടത്തേണ്ടതാണ്. അത് കരാറിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളെല്ലാം പറയും, അവർ കൂടി വരണം. അങ്ങനെ ഒരു പ്രശ്നം അതല്ല പിന്നീട് പറയും. ഇപ്പോൾ നമ്മൾ ഇതൊന്നും ഇപ്പോൾ പ്രസക്തമായ കാര്യമല്ല. നമ്മൾ മെസ്സിയെപ്പോലുള്ള ലോകത്തിൽ 1ാം റാങ്കിലുള്ള ഒരു ഫുട്ബോൾ ടീമിനെ കേരളത്തിലെ കായിക മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ അവർ കൊണ്ടുവരിക എന്നുള്ളത്, അതിനുള്ള ശ്രമം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയും, ഒരിക്കലും പറയും. സർക്കാരിൻ്റെ കയ്യിൽ പണത്തിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് സ്പോൺസറെ നമ്മൾ വിളിച്ചതും അവരെ ഇൻട്രസ്റ്റ് നമ്മൾ ഓഫർ ചെയ്തു, അവർ കത്ത് തന്നു. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതൊക്കെ അതിൻ്റെ പ്രൊസീജിയറാണ്. ഇവിടെ അത്തരം കാര്യങ്ങളും നമ്മൾ അങ്ങനെയല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. വി ആർ വെയിറ്റിംഗ്. ഒരു കാര്യം, 170 കോടിയോളം രൂപ ചിലവാകുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ 2 സ്പോൺസർമാരുടെ 170 കോടി രൂപ എടുത്താൽ നമുക്ക് വരട്ടെ, നമുക്കത് പറയാം. ഒരാഴ്ച കാത്ത്. ഷഫ്ഖുർ റഹ്മാൻ
ലയണൽ മെസ്സിയും അർജന്റീന ടീമും എത്തും എന്ന പ്രതീക്ഷ 170 കോടി സ്പോൺസർ അടച്ചാൽ എത്തുമെന്ന പ്രതീക്ഷ അദ്ദേഹം ഇപ്പോഴും പങ്കുവെക്കണം. ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് മെസ്സി വരുമോ എത്തുമോ എന്ന്. പക്ഷേ വ്യക്തമായൊരു മറുപടിയില്ല. ഒരു പ്രതീക്ഷ മന്ത്രിയുടെ വാക്കുകളിൽ. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഒരു കാര്യമില്ല. അർജന്റീനയുടെ സൗഹൃദ മത്സരങ്ങളുടെ കലണ്ടർ ആയി കഴിഞ്ഞു. ഗാസ്റ്റൺ നെഡുൾ അത് വിശദീകരിക്കുകയും ചെയ്തു. അതേ സമയത്ത് അർജന്റീനയ്ക്ക് സൗഹൃദ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ചൈനയിലും ഖത്തറിലുമാണ്, കേരളത്തിലല്ല. ഇനിയും ഇതിൽ കൂടുതൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയെങ്കിലുമാണെന്ന് അദ്ദേഹം ഓർത്താൽ നന്നായിരിക്കും.